ഇറാന്റെ സേനയുടെ കമാൻഡറെയും വധിച്ചു എന്ന ഒരു ക്ലെയിം ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സായ്കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സായ്കുമാർ അത് വിശദീകരിക്കും. സായ്കുമാർ, ഇസ്രായേൽ ഇപ്പോൾ വയ്ക്കുന്ന ഒരു ക്ലെയിം എന്ന് പറയുന്നത് ഇറാന്റെ IRGSന്റെ തലവൻ കമാൻഡർ ആയ പക്പൂരിയെ കൊല്ലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ഇറാന്റെ പ്രതിരോധ മന്ത്രിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ അത് സ്ഥിരീകരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അയത്തുള്ള അലി ഖമൈനിയുടെ കൊട്ടാരത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആ കൊട്ടാരം തകർന്നിരുന്നു. പക്ഷേ അയത്തുള്ള അലി ഖമൈനി സുരക്ഷിതനാണ് എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. പ്രസിഡന്റ് പെസഷ്കിയും സുരക്ഷിതനാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ കാര്യത്തിൽ എന്താണ് ഇസ്രായേലിന്റെ അവകാശവാദം? എന്താണ് ഇറാൻ വിശദീകരിക്കുന്നത്? പ്രതിരോധ മന്ത്രി ജീവനോടെ ഉണ്ടോ ഇല്ലയോ? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഇറാൻ പ്രതിരോധ മന്ത്രിയായ അമീർ ഹമദി, സൈനിക മേധാവി മുഹമ്മദ് പാക്കൂർ, ഈ രണ്ട് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെയും തങ്ങൾ കൊലപ്പെടുത്തിയതായാണ് ഇസ്രായേൽ സേന ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമൈനിയെയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെയുമാണ്. അതവർ കൃത്യമായി പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരുടെ റെസിഡൻഷ്യൽ ഏരിയയിലടക്കം സ്ഫോടനം നടത്തിയത്. അത് ആകമാനം തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റിന്റെ ഓഫീസും ആയത്തുള്ള അലി ഖമൈനിയുടെ വീടുമടക്കം പൂർണ്ണമായി തകർന്ന് തരിപ്പണമാക്കിയ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഈ ആക്രമണം ഉണ്ടായെന്ന് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ഈ രണ്ട് നേതാക്കളും സുരക്ഷിത സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ മാറിയിരുന്നു. അവർ ആരും തെഹ്റാനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സ്ഥിരീകരണവുമായി ഇറാൻ അപ്പോൾ തന്നെ രംഗത്ത് വന്നു. ഒരാളെ പോലും അവർ ലക്ഷ്യം വെച്ച ഒരു നേതാക്കളെയോ ഒരു ഉദ്യോഗസ്ഥരെയോ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. അതിന് മറുപടിയുമായി വന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സൈനിക മേധാവി പ്രതിരോധ ഉദ്യോഗസ്ഥനെ അടക്കം 2025 ആയത്തുള്ള അലി ഖമൈനി നിയമിച്ചതാണ്. ഇറാന്റെ ഇപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള ചുമതലകളെല്ലാം നിർവഹിക്കുന്നത് പാക്കൂറാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് വച്ചാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള മറുപടി വളരെ വേഗത്തിൽ ഇറാൻ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രയേലിലെ പ്രാദേശിക മാധ്യമങ്ങളടക്കം പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രയേൽ ജനങ്ങൾക്കിടയിൽ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ ആയത്തുള്ള അലി ഖമൈനിയെ വരെ അറ്റാക്ക് ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അന്തർദേശീയ മാധ്യമങ്ങളും അത് സ്ഥിരീകരിക്കുന്നില്ല. ഇപ്പോൾ റോയിട്ടേഴ്സും അൽ ജസീറയും അടക്കമാണ് ഇസ്രയേലിന്റെ ഈ ഒരു അവകാശവാദം, അതായത് ഈ പ്രതിരോധ ഉദ്യോഗസ്ഥനെ സൈനിക മേധാവിയെ വധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേലിനെ കോട്ട് ചെയ്ത് മാത്രമാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ഇറാൻ അത് പൂർണ്ണമായും നിഷേധിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ പോലും ഇല്ലാതാക്കാൻ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഇന്ന് കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ സുരക്ഷിതമായി തന്നെയുണ്ട്. ആയത്തുള്ള അലി ഖമൈനി ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്തേക്കാം എന്ന റിപ്പോർട്ടുകൾ പോലും ഇറാനെ കോട്ട് ചെയ്ത് ചില മാധ്യമങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലക്ഷ്യം വെച്ചതൊന്നും നേടാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവകാശവാദമാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ സായി ആണ് വിവരങ്ങൾ നൽകിയത്.